ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ്. നമ്മുടെ ഈ കൈത്തിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇതുപോലുള്ള ഭിത്തിയിൽ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അത് സാധാരണ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, അപ്പൊ നമ്മള് കണ്ടില്ലേ ഇതുപോലുള്ള ഒരു സംഗതി അല്ലെ, ഒരു നല്ല റഫായിട്ടുള്ള ഒരു ഏരിയയില് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഞെക്കി കഴിഞ്ഞിട്ട് അല്ലെ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അറ്റാക്കും സംഗതികളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഈ നെക്കിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് റിലീസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെ സ്പോട്ടിൽ തന്നെ, കാരണം നെക്കിന്റെ ഭാഗത്തൊക്കെ നമ്മൾ സോഷൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റക്കായിട്ട് പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് കിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സംഗതി തന്നെ. പ്രത്യേകിച്ച് അറിയുന്ന ആളുകളൊക്കെ ഞെക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം പോയിന്റിലൊക്കെ ഞെക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. എന്തായാലും ഞാൻ ആ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ക്യാച്ചിങ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കാം. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്യണം. നമ്മളൊരു അതിൽ കൊണ്ടിട്ട് പ്രസ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ലൂസാക്കിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. കാരണം ടൈറ്റാക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പണി പാളും. മനസ്സിലാണ്ട, ഡെത്ത് വരെ സംഭവിക്കും. കാരണം നമ്മളെ ബ്രീത്ത് കട്ടാവുകയാണ്. അപ്പോൾ നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒരു റിലീസിങ് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പല വീഡിയോസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പല രീതിയിലുള്ള ടെക്നിക്സുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ട് പല ടെക്നിക്സും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും അതിലിപ്പോ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നീ അറ്റാക്ക്, അതില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹെൽബോ അറ്റാക്ക്, ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ആളുകൾ ചോദിച്ചത്, കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് വെച്ചാല് പഴയ ടെക്നിക്ക് ഒന്നല്ല, പുതിയ വല്ല സംഗതികളും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നോക്കുക, നമുക്ക് ഗ്രോയിൻസിന് അടിക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യട്ടോ. ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഈ ഒരു കൈ കൊണ്ട്, രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ഒരു സംഗതി, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ പലതും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കുകയോ ചെയ്യാം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലത് കൈ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വലത് കൈ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫുട് വർക്ക് നമ്മൾ ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ, അതായത് ലെഗ് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഈ സൈഡിലേക്ക് വെക്കുക, ബാക്കിലോട്ട് വെക്കാതെ. അപ്പൊ നല്ല ശ്രദ്ധിക്കുക, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പിടിക്കുക, കണ്ടാ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടാ ഈ കൈ കണ്ട ഇതിലേക്ക് പിടിക്കുക, ഈ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ കാല് ഇങ്ങോട്ട് വരണം. ഇതൊക്കെ പെട്ടെന്ന് നടക്കണം. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക, പിടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ഈ കൈ കണ്ടില്ലേ, ഈ കൈ ഇങ്ങനെ പിടിക്കുക. ഇത് പിടിക്കണോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൈ കണ്ടില്ലേ, ഇത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഓപ്പോസിറ്റിലാണ് ഈ കൈയിന്റെ കടുപ്പ് കിടക്കുന്നത്. അല്ല, ഇത് ഒരിക്കലും നമ്മൾ ഇങ്ങനെയല്ല പിടിക്കണത്, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നല്ല ശ്രദ്ധിക്കണം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്തായാലും നോക്കുക, ശ്രദ്ധിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ലോണം ശ്രദ്ധിക്കണ്ട, ഇതിലാണ് കൈ പിടിക്കുന്നത്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ടൊക്കെ പിടിക്കാം. ഇതിനകത്ത് നമ്മൾ പറയുന്നതാ ഈ ഇങ്ങനെ കണ്ടില്ലേ, ഇതിനൊന്നും സമയം കിട്ടൂല എന്നുള്ള പല മാർഷൽ ആർട്സ് കഴിഞ്ഞവരും പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക, ഈ ലെഗ് നമ്മൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് എടുത്ത് വെക്കണം പെട്ടെന്ന്. കണ്ടാ, ഇത് വന്നതിന് ശേഷം ഇതൊക്കെ ഞാൻ സ്ലോ ആയിട്ട് കാണിക്കുകയാണ്. ഈ ഷോൾഡർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളെ പൊക്കാൻ പറ്റും. ഈ ആളെ പൊക്കുക എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിക്കുക. അതുപോലെ തന്നെ എവിടെയും കൊണ്ടിട്ട് നമുക്ക് എന്താണ്, മതിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ കൊണ്ടിട്ട് നമുക്ക് അദ്ദേഹത്തിന് നമുക്ക് ഇഞ്ചുറി പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നും കൂടി നോക്കുക, സമയം കിട്ടൂല, അതാണ് പറയാനുള്ളത്. അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യണം. ഓക്കെ, നല്ല ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പിടുത്തം പിടിക്കണം, ഈ കൈ ഇതിന്ന് കണ്ടില്ലേ, ഇതിലൊക്കെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാല് മാറ്റി കൊടുക്കും. ഈ കാല് മാറ്റി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ തട്ടിയാൽ തന്നെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ഓപ്പോണന്റിന്റെ. പക്ഷെ എന്താണ്, നമ്മൾ ഇതിലെടുത്തിട്ട് ആളെ ക്യാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകണം. അത് നമ്മൾ ഈ ഷോൾഡറിൽ വെക്കുക. ഈ ഷോൾഡറിലാണ് ആളെ ബോഡി വെയിറ്റ് വരേണ്ടത്. ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് താങ്ങി കൊടുക്കുക. ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കൈയിനാണ് പ്രത്യേകത. അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ശ്രദ്ധിക്കുക, ഈ ഹാൻഡ് വരുന്ന കണ്ടില്ലേ, ഈ ഹാൻഡ് വരുന്ന സമയത്ത് ഇതൊന്നും എടുത്താണ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ രണ്ട് കൈയും ബ്രേക്ക് ആവും. അപ്പൊ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, കാരണം ഇത് ലൂസാക്കിയിട്ടാണ് കാണിക്കുന്നത്. രണ്ട് സൈഡിക്കും ചെയ്യാൻ പറ്റൂ കേട്ടോ. ഒന്ന് പിടിക്കുക, ഈ സൈഡ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്യാച്ച് ചെയ്യാം. ഈ സൈഡ് കാണുന്നുണ്ടെങ്കിലും ഈ ലെവലിൽ ഇങ്ങനെയാണ് ഇത് വരേണ്ടത്.
അപ്പോൾ ആദ്യം ഒരു സൈഡ് കാണിക്കുകയാണ്. ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കുക, ഇങ്ങനെ ആയിരിക്കും ഇത് ഉണ്ടാവുക അല്ലേ. ടൈം കിട്ടില്ല. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് നമ്മൾ ഈ കൈ കൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കണ്ട് തിരിഞ്ഞിട്ട് ഈ കൈ കൊണ്ടുവരാൻ, അപ്പോൾ തന്നെ ഇത് ഏകദേശം റിലീസ് ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഈ കൈ, ഈ ബോഡി നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തിരിയലിൽ നമുക്ക് ഇവിടെ കൈ കണ്ടില്ല, ഇത്രയും ഫ്രീ ആവും. അപ്പോൾ ആ കൈ നമുക്ക് ഇതിലേക്ക് വരും കേട്ടാ, ഇതിൽ വരും. ഇതാണ് ഇതിൻ്റെ സംഗതി. ഇനി ഒന്ന് വലിച്ചു നോക്കുക, കുറച്ച് പ്രയാസം ഉണ്ടാവും വലിക്കാൻ. പക്ഷേ ഞാൻ ടൈറ്റ് ആക്കിയിട്ടില്ല, കാരണം അപകടമാണ് സംഗതി. അപ്പൊ ഇങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം എന്താണ്, നീ അറ്റാക്ക് ഒക്കെ വരും കേട്ടാ, യാതൊരു സംശയമില്ല. കാരണം അവർക്ക് ഓപ്പോണന്റിന് എന്താണ് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്താണ്, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യണം. എന്താണെങ്കിലും വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത് എടുക്കണം. ഇതിനെടുത്ത് പൊക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇതിൽ പൊക്കിയിട്ട് ഒരൊറ്റ അടി എടുക്കുന്ന സമയത്ത് ഈ കൈ കണ്ടില്ലേ, രണ്ടും ബ്രേക്ക് ആവും. എന്തായാലും ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ് ഞങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ട് അത് ദുരുപയോഗം ചെയ്യരുത് ഒരിക്കലും. ഞങ്ങൾ യാതൊരു ഉത്തരവാദിയാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ശ്രദ്ധിച്ചിട്ട്, കാരണം ചില ടെക്നിക്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സഹകരണമാണ്, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളുടെ വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.